ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതൊരു ചെറിയ മൊമോ സ്റ്റോറിയാണ്. ഒരു സ്റ്റീംഡ് മൊമോസും പിന്നെ ഫ്രൈഡ് മൊമോസും ആൻഡ് മൊമോ ചട്നിയും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ആക്ച്വലി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുക്കറി ഷോ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല, റെസിപ്പി മോഡായിട്ടൊന്നും കാണിച്ചിട്ടില്ല. സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം വ്യൂസും പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടെ ആണെങ്കിൽ ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്കൊരു വീഡിയോ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചെയ്യാം. മൈദയിലാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. ഗോതമ്പിലും ഉണ്ടാക്കും എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ, പക്ഷേ ഞാൻ ഇന്ന് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഉണ്ടാക്കി തുടങ്ങി. അപ്പോൾ ചപ്പാത്തിയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി പരത്തും പോലെയൊക്കെ ഞാൻ പരത്തി സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ എനിക്കറിയാവുന്നത് പോലത്തെ ഒരു സിമ്പിൾ ഷേപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് 1-2 ഷേപ്സ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ കുറച്ചും കൂടെ ഒന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. സോ ഇത് കാണുന്നവർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. ആ സ്റ്റഫിങ് കാണുമ്പോഴത്തേക്കും ബീഫോ ചിക്കനോ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ സോയയാണിത്. അപ്പോൾ ആ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടാനാണ് എൻ്റെ ചിരട്ടപ്പുട്ടിൻ്റെ ലിഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ. സോ ഈ വീഡിയോ എനിക്ക് മോളാണ് എടുത്തു തരുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് ആ ഒരു സർക്കിൾ ഷേപ്പ് കിട്ടി. ഇനി ഒരു സ്പൂൺ ഓഫ് സോയയുടെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് സോയ സ്റ്റഫിംഗ് ആണ്. കാണുമ്പോഴത്തേക്കും ചിക്കനോ ബീഫോ ആയിട്ടൊക്കെ തോന്നും, പക്ഷേ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ സോയയും കുറച്ച് മസാലാസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കറിയാവുന്നതുപോലെ ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് സാരിക്കൊക്കെ നമ്മൾ പ്ലീറ്റ് എടുക്കുമ്പോൾ ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് ഞാൻ ഇതിൽ ചെയ്തത്. എവ്രി വൺ ക്യാൻ ഡു, ലൈക്ക് ഇറ്റ് ഈസ് എ വെരി സിമ്പിൾ ഡിസൈൻ, ലൈക്ക് എവ്രി വൺ ക്യാൻ ഡു. ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ അതിൽ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത്. പുറത്ത് പോയി 1-2 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേ വിചാരിക്കുന്നതാണ് വീട്ടിലൊരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്നുള്ളത്. ഞാൻ എപ്പോഴും ലൈക്ക് പുറത്ത് എന്ത് പോയി കഴിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വീട്ടിലെപ്പോഴും നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ ട്രൈ ചെയ്തതാണിത്. അപ്പോൾ ഞാൻ സ്റ്റീമിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആക്ച്വലി മോമോസ് സ്റ്റീം ചെയ്തത് മോമോസിൻ്റെ പാത്രമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് അതൊന്നുമില്ല. ഇഡ്ഡലി പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്റ്റീമറാണ്, വീശപ്പമൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമർ പ്ലേറ്റാണിത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ബിക്കോസ് മോമോസ് നമ്മൾ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തത്. നമുക്ക് ബട്ടറോ അല്ലെങ്കിൽ നോർമൽ കുക്കിംഗ് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ തോന്നുന്നു. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല. എനിക്കറിയാവുന്നതുപോലെ അത്യാവശ്യം ഞാൻ ഉണ്ടാക്കി. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് തന്നെ വന്നു. ടെക്സ്ചർ ആയിരുന്നാൽ പോലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. സ്റ്റീംഡ് നല്ല സോഫ്റ്റ് ആയിരുന്നു ആൻഡ് ഫ്രൈഡ് നല്ല ക്രിസ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. ജസ്റ്റ് ഒന്ന് ഒരു ബോയിലായതിന് ശേഷം ഞാൻ വെച്ചു. ഇനി ബാക്കിയുള്ളത് കുറച്ച് വന്നിട്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന്. സോ ആ മാവ് കുഴച്ച, അതായത് നമ്മൾ ആ മൈദാമാവിൻ്റെ ഡൗ ഉണ്ടാക്കിയ ആ പാത്രത്തിൽ തന്നെയാണ് ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചത്. സോ അതിൻ്റെ സൈഡിൽ അതാണ് കാണുന്നത്. അപ്പോൾ സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് മൊമോസ് ഞാനിതാ മാറ്റി വെച്ചിരിക്കുന്നു, അത് ഫ്രൈ ചെയ്യാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായതും ഞാൻ നമ്മളുടെ ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന സ്റ്റഫ്ഡ് മൊമോസിനെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു സ്മോൾ പോർഷൻസ് ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. ആദ്യത്തെ ഒരു ബാച്ച് നമുക്ക് പറ്റും പോലെ ഒരുപാട് അങ്ങ് ഡംപ് ചെയ്തിടുന്നില്ല. ആദ്യത്തെ ഒരു ബാച്ച് ഞാൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് നമുക്കത് എടുത്ത് മാറ്റാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ കുറച്ചൊന്ന് ക്രിസ്പി ആവണം. അങ്ങനെ പ്രത്യേകിച്ച് ഉള്ള മാവിൽ ഞാൻ അങ്ങനെ ക്രിസ്പി ആവാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ, ഒരു ചെറിയൊരു ഗോൾഡൻ വന്നപ്പോഴത്തേക്കും ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. നമുക്ക് ഓൾറെഡി അതിൻ്റെ അകത്തുള്ളതൊക്കെ ഫുൾ കുക്ക്ഡ് ആണ്. ആ ഒരു സ്റ്റഫിങ് ആയിരുന്നാൽ പോലും നേരത്തെ ഞാൻ കുക്ക് ചെയ്തിട്ടാണ് സ്റ്റഫ് ചെയ്യുന്നത്. അതിൻ്റെ മേലെയുള്ള കോട്ട്, അതായത് ഈ മൈദയുടെ കോട്ട് മാത്രം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരണം. സ്റ്റീംഡ് ആയിരുന്നാൽ പോലും ആ ഒരു മൈദയുടെ കോട്ട് മാത്രം ഒന്ന് സ്റ്റീമായി വരണം. നല്ല ചൂട് സോഫ്റ്റ് ഫ്രഷ് മമ്മൂസ് ഇസ് റെഡി. അപ്പോൾ ഞാൻ ആ ചൂട് പോവാതിരിക്കാൻ അങ്ങനെ തന്നെ വെക്കുകയായിരുന്നു. ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് എൻ്റെ തൊണ്ട ഒന്ന് സ്റ്റക്കായിപ്പോയി. സോ ഈ 3 മമ്മൂസ് കണ്ടു. സോ അടുത്ത ബാച്ച് ഓഫ് മമ്മൂസ് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഫ്രൈ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അടുത്ത 3 മമ്മൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു.
അങ്ങനെ സ്റ്റീംഡ് മൊമോസ് പെർഫെക്റ്റ്ലി റെഡിയായി. അപ്പോൾ ഞാൻ ലിഡ് ക്ലോസ് ചെയ്ത് ചൂടാക്കി തന്നെ അങ്ങനെ വെച്ചു. ഫ്രഷാക്കി കൊടുക്കാമല്ലോ, ചേട്ടൻ വരുമ്പോഴും നല്ല ചൂടോടെ തന്നെ കൊടുക്കാം. അപ്പം അത് റെഡിയാക്കി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മോമോ ചട്നി ഞാൻ ഉണ്ടാക്കി. മോമോ ചട്നിയുടെ റെസിപ്പി അങ്ങനെ വീഡിയോ ഞാനിത് എടുത്തിട്ടില്ല. എന്തായാലും നമുക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഇത്തിരി ഇൻക്രീസ് ആവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും മോമോ ചട്നി, ഹോം മെയ്ഡ് മോമോ ചട്നിയാണ്, അതിൻ്റെ ഒരു വീഡിയോവും കൂടെ നമുക്ക് ഇതിൽ അപ്ലോഡ് ഞാൻ ചെയ്യാം. സോ മോൾക്ക് വിശക്കണമെന്ന് പറഞ്ഞു. മോൾ ഓൾറെഡി ഒന്ന് ഡിന്നർ കഴിച്ചതാണ്. ഇത് ജസ്റ്റ് ഒരു സ്നാക്കായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. മൊത്തത്തിലൊരു 15-16 പീസസ് ഉണ്ടായിരുന്നു. ഫുള്ള്, അതായത് ഫ്രൈഡും ആൻഡ് സ്റ്റീംഡും കൂടെ രണ്ടും കൂടെ ചേർത്ത് 15-16 പീസസ്. ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ചെറിയ കപ്പ് ഓഫ് മൈദ എടുത്തിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. ജസ്റ്റ് ഒരു ട്രയൽ സെക്ഷൻ ആണല്ലോ. പക്ഷെ നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ അവൾക്ക് ആദ്യം ഞാൻ സെർവ് ചെയ്യുമായിരുന്നു. കുറച്ച് സ്റ്റീംഡ് മൊമോസ്, പിന്നെ കുറച്ച് ഫ്രൈഡ് മൊമോസ്, പിന്നെ ഹോം മെയ്ഡ് മൊമോ ചട്നി ഒക്കെ വെച്ച് ഞാൻ അവൾക്ക് ആദ്യം സെർവ് ചെയ്തു. പിന്നെ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഇച്ചിരി ഒരു ഹാഫ് സ്പൂൺ ഓഫ് ബട്ടർ ഞാൻ ഇട്ട് ആ സ്റ്റീംഡ് മൊമോസിൻ്റെ പുറത്തൊന്ന് സെർവ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ സെർവ്ഡ് ഫോർ മൈ ബേബി ഗേൾ വിത്ത് ലവ്. ഓക്കെ, അപ്പോൾ അവൾക്ക് ആദ്യം തന്നെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ വരെ ഒരു 10 മിനിറ്റ്സ് ലേറ്റായി. അപ്പോൾ അവൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് ആദ്യം കൊടുത്തു. മൊമോസ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും മേടിച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്താണ് എനിക്ക് ഒരു ദിവസം വീട്ടിലുണ്ടാക്കണമെന്ന് തോന്നിയത്. അപ്പോൾ അത് അവൾ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ വന്നു. അപ്പോൾ ചേട്ടന് ഞാൻ ചൂടോടെ തന്നെ സ്റ്റീംഡ് മൊമോസ്, ഫ്രൈഡ് മൊമോസ്, മോമോ ചട്നി ഞാൻ ഉണ്ടാക്കിയതൊക്കെ ആ പ്ലേറ്റിൽ തന്നെ ഞാൻ സെർവ് ചെയ്തിട്ട് ഞാനും ചേട്ടനും കൂടെ കഴിച്ചു. എനിക്ക് ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നു. ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി ഇച്ചിരി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. എൻ്റെ ഒരു സൈഡിലും ഞങ്ങളുടെ ഫാമിലിയുടെ സൈഡിലും വാസ് ലൈക്ക് പെർഫെക്റ്റ്, കൊള്ളാം എന്നായിരുന്നു. അവർ കഴിക്കാനായിട്ട് ആക്ച്വലി റെഡി ആയിട്ട് ഇരിക്കുകയാണ് ചേട്ടൻ. മോള് നേരത്തെ കഴിച്ചു, പിന്നെ അവൾ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേട്ടൻ കഴിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നന്നായിട്ട് തന്നെ വന്നു, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പുറത്ത് നമ്മൾ ഹോട്ടലിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ഒരു ഫ്ലേവർ ഇല്ല. ഓക്കെ, ആ ഒരു ഫ്ലേവർ അല്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, കഴിക്കാൻ പറ്റി. അപ്പോൾ ആ ഫ്രൈഡ് മൊമോസ് ജസ്റ്റ് ഒന്ന് അവൾ ഓപ്പൺ ചെയ്തിങ്ങനെ കാണിക്കുമായിരുന്നു. ആ സ്റ്റഫിങ്ങും ഒന്നും പുറത്തൊന്നും പോയിട്ടില്ല, നന്നായിട്ട് തന്നെ വന്നു. സ്റ്റീമുടും നല്ല സോഫ്റ്റായിരുന്നു. ഇതാണ് ആ ചട്നിയുടെ ടെക്സ്ചർ. അങ്ങനെ അവർ കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ചെറിയ ഞങ്ങളുടെ മോമോ കഥ. ഇത്രയേ എടുത്തിട്ടുള്ളൂ. എന്തായാലും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് ചെയ്യുക. താങ്ക്